കേരള രാഷ്ട്രീയത്തിലെ അതികായനും മുൻ പ്രതിപക്ഷ നേതാവുമായ രമേശ് ചെന്നിത്തല സമകാലിക രാഷ്ട്രീയ സാഹചര്യങ്ങളെക്കുറിച്ചും കോൺഗ്രസ് പാർട്ടിക്കുള്ളിലെ നേതൃപരമായ മാറ്റങ്ങളെക്കുറിച്ചും മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖത്തിൽ തന്റെ നിലപാടുകൾ വ്യക്തമാക്കി. അധികാരത്തിന് പിന്നാലെ പായുന്ന ഒരാളല്ല താനെന്നും പാർട്ടി ഏൽപ്പിച്ച ദൗത്യങ്ങൾ ഭംഗിയായി നിറവേറ്റുക എന്നതാണ് തന്റെ ലക്ഷ്യമെന്നും അദ്ദേഹം അടിവരയിട്ട് പറയുന്നുണ്ട്. വി.ഡി. സതീശൻ, കെ.സി. വേണുഗോപാൽ എന്നിവരെ സ്വന്തം സഹോദരങ്ങളെ പോലെയാണ് കാണുന്നതെന്നും തെരഞ്ഞെടുപ്പ് സമയത്ത് മുഖ്യമന്ത്രി പദത്തെ ചൊല്ലി യാതൊരു തർക്കവും ഉണ്ടാകില്ലെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചു. KSU കാലഘട്ടം മുതൽ പാർട്ടിയിൽ സജീവമായ രമേശ് ചെന്നിത്തല സംഘടനയുടെ എല്ലാ തലങ്ങളിലും പ്രവർത്തിച്ച അനുഭവ സമ്പത്തുള്ള നേതാവാണ്. MLA, MP, മന്ത്രി, പ്രതിപക്ഷ നേതാവ് തുടങ്ങിയ ഒട്ടേറെ പദവികൾ അദ്ദേഹം വഹിച്ചും കഴിഞ്ഞു. മുഖ്യമന്ത്രി പദത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് വളരെ പക്വതയാർന്ന മറുപടിയാണ് അദ്ദേഹം നൽകിയത്. രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുമ്പോൾ ഒരു പ്രത്യേക സ്ഥാനം വേണമെന്ന് ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല. പാർട്ടിയുടെ ആദർശത്തിലും വിശ്വാസത്തിലും ഉറച്ചു നിന്നാണ് എന്റെ പ്രവർത്തനം. പാർട്ടി ഓരോ കാലഘട്ടത്തിലും ഓരോ ചുമതലകൾ ഏൽപ്പിക്കും. അത് കൃത്യമായി ചെയ്യുക എന്നതാണ് എന്റെ കടമ എന്നും അദ്ദേഹം പറയുകയുണ്ടായി. താൻ പ്രതിപക്ഷ നേതാവായിരുന്ന കാലത്ത് സർക്കാരിനെതിരെ ഉന്നയിച്ച ആരോപണങ്ങളും നടത്തിയ പോരാട്ടങ്ങളും ജനങ്ങൾക്കിടയിൽ വലിയ സ്വാധീനം ചെലുത്തുകയും ചെയ്തു. എന്നിരുന്നാലും രണ്ടാം പിണറായി സർക്കാരിന്റെ വരവോടെ തന്നിൽ നിന്നും നേതൃസ്ഥാനം മാറിയതിനെ അദ്ദേഹം തികഞ്ഞ ലാഘവത്തോടെയാണ് കാണുന്നത്. തുടർച്ചയായ 2 തെരഞ്ഞെടുപ്പ് പരാജയങ്ങൾ ഉണ്ടായപ്പോൾ മാറ്റം വേണമെന്നത് ഹൈക്കമാൻഡിന്റെ തീരുമാനമായിരിക്കുമെന്നും അതിൽ തനിക്ക് യാതൊരു പരിഭവവും ഇല്ലെന്നും അദ്ദേഹം വ്യക്തമാക്കുകയുണ്ടായി. നിലവിലെ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനെ കുറിച്ച് വളരെ പോസിറ്റീവായ നിലപാടാണ് ചെന്നിത്തല പങ്കുവച്ചതും. സതീശൻ നയിക്കുന്ന ജാഥയ്ക്ക് ലഭിക്കുന്ന സ്വീകാര്യത ഒരു ജാഥ ക്യാപ്റ്റൻ എന്ന നിലയിലും മുന്നണി ചെയർമാൻ എന്ന നിലയിലും സ്വാഭാവികമായി ലഭിക്കുന്ന ഒന്നാണ്. താൻ ആ സ്ഥാനങ്ങളിൽ ഇരുന്നപ്പോഴും അത്തരം സ്വീകാര്യതകൾ ലഭിച്ചിരുന്നു. വി.ഡി. സതീശനും കെ.സി. വേണുഗോപാലും തന്റെ അനിയന്മാരാണെന്നും അവരെ വളർത്തിക്കൊണ്ടുവരുന്നതിൽ താൻ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നുമുണ്ട്. മുഖ്യമന്ത്രി സ്ഥാനത്തെ സംബന്ധിച്ച് കോൺഗ്രസിൽ ഒരു സിസ്റ്റം ഉണ്ടെന്നും തെരഞ്ഞെടുപ്പിന് ശേഷം ഹൈക്കമാൻഡാണ് ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം എടുക്കുക എന്നും അദ്ദേഹം പറയുകയുണ്ടായി. രാഹുൽ ഗാന്ധിയുടെ നിർദ്ദേശപ്രകാരം തിരഞ്ഞെടുപ്പിന് ശേഷം മാത്രമേ ഇത്തരം ചർച്ചകൾ ഉണ്ടാവുകയുള്ളൂ. കേരളത്തിലെ സങ്കീർണമായ സാമുദായിക സാഹചര്യങ്ങളെ കൈകാര്യം ചെയ്യുന്നതിൽ രമേശ് ചെന്നിത്തല എന്നും മുൻപന്തിയിലായിരുന്നു. NSS, SNDP, ന്യൂനപക്ഷ സംഘടനകൾ തുടങ്ങിയ എല്ലാ വിഭാഗങ്ങളുമായും ഹൃദ്യമായ ബന്ധം പുലർത്തുന്ന നേതാവാണ് അദ്ദേഹം. ചില ഘട്ടങ്ങളിൽ വി.ഡി. സതീശൻ സാമുദായിക നേതാക്കളുമായി നേരിട്ടുള്ള വാക്പോരുകളിൽ ഏർപ്പെട്ടതിനെ കുറിച്ചുള്ള ചോദ്യത്തിന് എല്ലാവരെയും ഉൾക്കൊള്ളുന്ന രാഷ്ട്രീയമാണ് കോൺഗ്രസിന്റേത് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി. തനിക്ക് മുൻപ് NSS നേതൃത്വവുമായി ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായപ്പോഴും അത് പരസ്യമായി പ്രകടിപ്പിക്കാതിരുന്നത് പാർട്ടിയുടെ താല്പര്യം മുൻനിർത്തിയാണെന്നും അദ്ദേഹം വെളിപ്പെടുത്തുകയുണ്ടായി. വ്യക്തിപരമായ താല്പര്യങ്ങളെക്കാൾ പാർട്ടിയുടെ പ്രതിച്ഛായയ്ക്കാണ് താൻ പ്രാധാന്യം നൽകുന്നത്. സമുദായ നേതാക്കളുമായി ഏറ്റുമുട്ടുന്നതിനേക്കാൾ അവരെ ചേർത്ത് നിർത്തുന്നതാണ് പക്വതയാർന്ന രാഷ്ട്രീയം എന്ന സൂചനകളും അദ്ദേഹം നൽകി. കേരളത്തിന്റെ സാമ്പത്തിക തകർച്ചയും ഭരണപരാജയവും പിണറായി സർക്കാരിന്റെ 10 വർഷത്തെ ഭരണത്തെ ചെന്നിത്തല രൂക്ഷമായി വിമർശിക്കുകയും ചെയ്തു. കേരളം ഇന്ന് 6.5 ലക്ഷം കോടി രൂപയുടെ കടക്കിണിയിലാണ്. വികസന പ്രവർത്തനങ്ങൾക്കോ പ്രൊഡക്റ്റീവായ കാര്യങ്ങൾക്കോ വേണ്ടിയല്ല, മറിച്ച് പലിശ അടയ്ക്കാനാണ് സർക്കാർ കടമെടുക്കുന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. കേരയിൽ പോലുള്ള പദ്ധതികൾ ഒരു പഠനവും നടത്താതെയാണ് കൊണ്ടുവന്നത്. വികസന മുരടിപ്പാണ് കേരളം നേരിടുന്ന ഏറ്റവും വലിയ മഹാപ്രതിസന്ധി. കേരളത്തിലെ ക്രമസമാധാന നില തകർന്നുവെന്നും ലഹരി മാഫിയ ഗ്രാമങ്ങളിലും നഗരങ്ങളിലും പിടിമുറുക്കിയിരിക്കുകയാണെന്നും അദ്ദേഹം ആശങ്കപ്പെട്ടു. താൻ ആഭ്യന്തരമന്ത്രി ആയിരുന്നപ്പോൾ ഓപ്പറേഷൻ കുബേര പോലുള്ള പദ്ധതികളിലൂടെ ഗുണ്ടകളെയും പലിശക്കാരെയും അടിച്ചമർത്തിയിരുന്നു. എന്നാൽ ഇന്ന് പോലീസ് നിഷ്ക്രിയമാണ്. UDF അധികാരത്തിൽ വന്നാൽ ലഹരി മാഫിയക്കെതിരെ അതിശക്തമായ പോരാട്ടം നടത്തുമെന്നും യുവാക്കളെ ഈ വിപത്തിൽ നിന്നും രക്ഷിക്കാൻ മുൻഗണന നൽകുമെന്നും അദ്ദേഹം ഉറപ്പു നൽകി. കേരളം ഒരു ഓൾഡ് ഏജ് ഹോമായി മാറിക്കൊണ്ടിരിക്കുകയാണെന്ന ഗൗരവകരമായ നിരീക്ഷണം അദ്ദേഹം പങ്കുവയ്ക്കുകയും ചെയ്തു. നമ്മുടെ യുവാക്കൾക്ക് അവിടെ മികച്ച വിദ്യാഭ്യാസമോ തൊഴിലോ ലഭിക്കുന്നില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള സർവകലാശാലകൾ ഇവിടെ ഇല്ലാത്തതുകൊണ്ടാണ് കുട്ടികൾ കാനഡയിലേക്കും മറ്റും പോകുന്നത്. വിദേശ സർവകലാശാലകൾ കൊണ്ടുവരണമെന്ന് UDF പറഞ്ഞപ്പോൾ അതിനെ നഖശിഖാന്തം എതിർത്തവരാണ് ഇന്ന് ഭരിക്കുന്നത്. അധികാരത്തിൽ വന്നാൽ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവരുമെന്നും IT, സ്പേസ്, ഇൻഡസ്ട്രി, ടൂറിസം എന്നീ മേഖലകളിൽ നിക്ഷേപം വർദ്ധിപ്പിച്ച് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. കേരളം ഒരു രാഷ്ട്രീയ മാറ്റത്തിന് തയ്യാറെടുക്കുകയാണെന്ന് രമേശ് ചെന്നിത്തല ഉറച്ചു വിശ്വസിക്കുന്നുമുണ്ട്. തമിഴ്നാടും കർണാടകവും IT, വ്യവസായ മേഖലയിൽ കുതിച്ചുചാട്ടം നടത്തുമ്പോൾ കേരളം പിന്നോട്ടു പോകുന്നത് ഭരണാധികാരികളുടെ ദിശാബോധമില്ലായ്മ കൊണ്ടാണെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. വ്യക്തിപരമായ സ്ഥാനമാനങ്ങളെക്കാൾ കേരളത്തിന്റെ സമഗ്ര വികസനത്തിനാണ് താൻ മുൻഗണന നൽകുന്നതെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം തന്റെ നിലപാടുകൾ അവസാനിപ്പിച്ചു.